ദേശാടനം. മലയുള്ള മരുഭൂമി വിലകിടുന്നു. മരുഭൂമിയിലെത്തിച്ചേർന്ന ആദ്യ മലയാളി ആരായിരിക്കാം? യാത്രക്കാരുടെ പേരുകളും വർഷങ്ങളും പഠിപ്പിച്ച പുസ്തകങ്ങളിലൊന്നും രേഖപ്പെടുത്താൻ കഴിയാത്ത വിധം ഓർമ്മകൾക്കപ്പുറം ആണ്ടുപോയ ഒരു സമസ്യയാണ് പ്രവാസം. دخول دبي أنا 7 نوفمبر 1953. 1953 നവംബർ 7 ഏതാണ്ട് ഒരു അസർ ലോഹറിൻ്റെ ഇടയിലാണ് ഞാനവിടെ ഇറങ്ങുന്നത് ദുബൈയിൽ. ദുബായ് എന്ന ചെറുകവലയിലെ ആകെയുള്ള 9 മലയാളികളിൽ 16 വയസ്സുള്ള ചാവക്കാട്ടുകാരൻ ജീവിതം തുടങ്ങി. പിന്നീട് ഒരു ദീർഘകാലത്തെ രേഖപ്പെടുത്തി ചരിത്ര പുസ്തകമായി മാറി അറക്കൽ അഹമ്മദ് കുട്ടി എന്ന ഈ മനുഷ്യൻ. ഇപ്പോൾ ഹയാത്ത് റെസിഡൻസി എന്ന് പറയുന്ന ഹോട്ടൽ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ആ സ്ഥലത്താണ് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പിന്നെ ഞാൻ കുട്ടിയല്ലേ, എന്ത് ജോലിയൊന്നുമില്ല, വളരെ കഷ്ടങ്ങളാണ്. ജൂൺ ജൂലൈയിൽ ഈത്തപ്പഴം ഉണ്ടാവും, പിന്നെ ഉണക്കമീൻ, പിന്നെ ഞങ്ങൾ കുറച്ച് കൂട്ടിൽ കഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ. മലയാളക്കാർ 9 പേരാണ് ആകെ ദുബൈയിലുള്ളത്. ഞാനും അതിൻ്റെ കൂട്ടത്തിലൊരു കുട്ടി ഞാനും അങ്ങനെയൊക്കെയാണ് ജീവിച്ചു. ദുബൈയിൽ കഷ്ടപ്പെട്ട് ഫസ്റ്റ് കിടന്ന് ഈ ഓലപ്പെരയിൽ, ഓല എന്ന് പറയുന്ന ഈത്തപ്പഴത്തിൻ്റെ ഓല കൊണ്ടുണ്ടാക്കിയ പെരയിലാണ് കിടന്നത്. എന്നിട്ട് ആ റബ്ബ് തന്നെ ഇന്ത്യക്കാരായിട്ടും അറബികളായിട്ടും അവിടുത്തെ രാജാവ് പോലും എയർ കണ്ടീഷനിൽ കിടന്നല്ല. അതിൽ ഞാൻ എന്നെ അള്ളാഹു എയർ കണ്ടീഷനിൽ കിടത്തി. അത് വലിയ ശുക്രല്ലേ. കേരള പിറവിക്ക് മുമ്പ് മരുഭൂമിയിലേക്ക് കുടിയേറിയ പ്രവാസി ഗൾഫിൻ്റെ ഉയർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും യാത്ര ചെയ്തു. ഇപ്പോൾ ദുബൈ കണ്ടാൽ അൽഹംദുലില്ലാ ഏത് മനുഷ്യനും പറയാം അൽഹംദുലില്ലാ എന്ന്. അന്നത്തെ ദുബൈ ഇന്നത്തെ ദുബൈ എന്നെപ്പോലെ കണ്ടവർ ഒരു മനുഷ്യനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. ദുബൈയിൽ ഞാൻ ഇറങ്ങി അങ്ങനെ പുറത്തൊക്കെ പോയി. ദുബൈ അങ്ങാടി എന്ന് പറയുന്നത് ഇന്നത്തെ അങ്ങാടിയല്ലല്ലോ, ഒരു മീൻ ഉണക്കമീനൊക്കെയാണ് അവിടുത്തെ കച്ചവടങ്ങൾ. ഈത്തപ്പഴം, ഉണക്കമീൻ, പിന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭക്ഷണ സാധനങ്ങൾ, അരിമ സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ ജോലി അന്വേഷിച്ച് നടന്നു. ആര് ജോലി തരാനാ? അങ്ങനെയാണ് ഒരു സത്രാന്താസ് സേട്ടു എന്ന് പറഞ്ഞിട്ട് അയാളാണ് എന്നെ കൊണ്ടുപോയി സഹായിച്ച്. അപ്പോൾ അത് സഹായിച്ച് ഞാൻ ദോഹയിൽ പോയിരിക്കും. അവിടുന്ന് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ ലണ്ടൻ വരെ പോയി. ആ പോക്ക് ഖത്തർ പോകാൻ പറഞ്ഞ് ലജ്ജ് കയറി പോയി. അന്ന് വെറും യാത്ര. ലോകത്തൊക്കെ ഒരുവിധം ആഫ്രിക്ക മുതലും ലോഞ്ചിലാണ് യാത്രകളൊക്കെ. പ്ലെയിനൊന്നുമില്ലല്ലോ. ദോഹയിൽ ബഹ്റൈനിൽ പോയി 1 വർഷം അവിടെ പോലീസിൽ ജോലി ചെയ്ത് ഞാൻ. ഖത്തറിലും ജോലി ചെയ്ത് റിസപ്ഷനായിട്ട്, ടെലിഫോൺ റിസപ്ഷനായിട്ട്. ഹോസ്പിറ്റലിൽ റമേല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ. അതിൽ ജോലി ചെയ്ത് ദുബൈ ഖത്തറിലെ ഹോസ്പിറ്റലിൽ. അവിടുന്ന് ബഹ്റൈൻ പോയി. ബഹ്റൈനിൽ ബ്രിട്ടീഷുകാരാണ് അന്ന് ഭരണമൊക്കെ. അവർ ഇതിൽ ജോലി കിട്ടിയിരിക്കും എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കാണുന്നു. ഇവർ കുട്ടികളോട് സ്നേഹിക്കുന്ന ആളെ ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എന്നെ തലയോടി. ഇന്നലെ 2 മക്കളും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും കൂടി. അങ്ങനെ അവർ ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ ഞാൻ ആ പോക്ക് പോയി. ഇറാഖിൽ പോയി. ലാസ്റ്റിൽ ഞാൻ ലണ്ടനിലെത്തി. ആ പോക്ക് നമ്മുടെ ഗ്രേറ്റ് ജെൻ്റൽമാൻ ഓഫ് ദ വേൾഡ് VK കൃഷ്ണമേനോൻ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ജീവിച്ചു കുറച്ച്. അദ്ദേഹം എനിക്ക് പേരിട്ട് മൈ മലബാർ ബോയ്. അവൽ മലബാരി അഥവാ ആദ്യ മലയാളി, ഇബ്നു അറബി അഥവാ അറബികളുടെ കുട്ടി, ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജന്റ് കുട്ടി സാഹിബ്. ഒരുപാട് പേരുകൾ സമ്പാദിച്ച ആ യാത്രയ്ക്ക് ഇന്ന് മലപ്പുറം ജില്ലയിലെ മമ്പാട്ടെ ഒരു ചെറിയ വീട്ടിൽ വിശ്രമം.
മൊത്തം 5 സ്റ്റേറ്റാണ് അവിടെ ഞാൻ ചെന്ന മുതൽക്ക്. ഒന്ന് പേർഷ്യൻ ഗൾഫ്, 2 ടൂസൻ സ്റ്റേറ്റ്സ്, പിന്നെ ഒരു അറേബ്യൻ ഗൾഫ്, പിന്നെ കുവൈത്തൊക്കെ കൂടി ഒരു മിക്സായിട്ട്, പിന്നെ ഇപ്പോൾ പിന്നെ യൂണിറ്റഡ് അറബ് എമിറേറ്റ്സ്. മേൽപ്പറഞ്ഞ 5 സ്റ്റേറ്റുകൾക്കും എനിക്ക് സാക്ഷിയാകാൻ സാധിച്ചു. ഇതിൽ ഈ ടൂസൻ സ്റ്റേറ്റിൽ ഞാൻ ജോലി ചെയ്തു. 12 വർഷം ജോലി ചെയ്തു. അവസാനം വരെ 72 വരെ ഞാൻ ജോലി ചെയ്തു. എന്നിട്ട് എനിക്ക് അതിൽ ജോലി അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ടായിരുന്നു എല്ലാ ജോലി ചെയ്യുക. കൂടാതെ ഞാൻ മെയിൽ കൊണ്ടുപോകും ഇവിടേക്ക് ലണ്ടനിലേക്ക്. ഇവിടുന്ന് ഷാർജയിൽ നിന്ന് മെയിൽ കൊണ്ടുപോയി അവിടെ ബോധിപ്പിക്കും. അവിടെ പിന്നെ പാലസിൽ എലിസബത്ത് ഇരിക്കുന്ന പാലസിൽ അതിൽ കൊണ്ട് ഏൽപ്പിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻസിൽ സീക്രട്ടുള്ള എല്ലാ ആളും ഇങ്ങോട്ട് ദുബൈക്ക് എത്തിക്കുക. ഇതൊക്കെ ആയിരുന്നു. വിശ്വസ്തനായ ഒരാളായിരുന്നു ബ്രിട്ടീഷുകാരെ ഞാൻ. മലയാളി കൂട്ടങ്ങളുടെ വർഷങ്ങൾ നീണ്ട പലായനങ്ങൾക്ക് കുട്ടി ഹാജി സാക്ഷിയായി. ഭാര്യ നഫീസയാണ് ഗൾഫിൽ കാലുകുത്തിയ ആദ്യ മലയാളി മുസ്ലിം കുടുംബിനിയെന്ന് കുട്ടി ഹാജി ഓർക്കുന്നു. ഞാൻ പോയ കാലത്തൊന്നും അധികം മലയാളികളൊന്നും പോകുന്നില്ല. പിന്നീട് എത്രയോ ജനങ്ങൾ അവിടെ വന്നു തുടങ്ങി. എൻ്റെ ചാവക്കാട് മുതൽ പേരും ചെറിയ ഗൾഫ് എന്നാണ് പറയുക. ചാവക്കാടിനും കാസർഗോഡിനൊക്കെ അതൊക്കെ ഞാൻ പോയതിൻ്റെ ശേഷം വികസിച്ചതാണ്. അതിൻ്റെ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദുബൈ ടൂറിസ്റ്റ് സ്റ്റേറ്റൊക്കെ പുരോഗമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പേർച്ച പുരോഗമിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ നാടും വളരെ പുരോഗമിച്ചു. എത്ര ആളെ ഞാൻ തന്നെ കൊണ്ടുപോയി. എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അരനൂറ്റാണ്ട് കാലം ഈ നാടിന് തൻ്റെ വകയായി അന്നവും ജോലിയും നൽകി കുട്ടി ഹാജി. സ്വന്തം ജീവിതം മുന്നോട്ട് നീക്കുവാൻ തന്നെ വളർത്തിയ അറബ് നാടിനെ തന്നെ ഇന്നും ആശ്രയിക്കുന്നു എന്നത് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ടവരെ തെല്ലും അലോസരപ്പെടുത്തുന്നുണ്ടാവില്ല. ഞാൻ റമദാനക്ക് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ റമദാനക്കും പോയിരുന്നു. അവിടെ കൊണ്ടാണ് പിന്നെ അവർ സഹായിക്കുന്നത്. സക്കാത്തൊക്കെ തന്നിട്ട് അത് വലിയ അനുഗ്രഹമല്ലേ. ആരാ ചെയ്യാത്? അപ്പോൾ എത്രയോ ശുക്രാണ് ദുബൈക്ക് അള്ളാഹുവിനോട്. അവർക്ക് നാമത്തും വർക്കത്തൊക്കെ കൊടുക്കട്ടെ തമ്പുരാൻ. എന്നാലല്ലേ എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊന്നും ഒരു സഹായം നമുക്കില്ല. നമ്മൾ പലർക്കും കറസ്പോണ്ടൻസ് ചെയ്ത് പ്രധാനമന്ത്രിക്ക് പോലും ലെറ്റർ അയച്ചിരിക്കും, മരുന്നിന് സഹായിക്കാൻ പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല.